ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഡിയറസ്റ്റ് നെമിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ജുയോങ് ആണെങ്കിൽ സുജോങ്ങിനെ നോക്കിക്കൊണ്ട് ബേബി വാ പോകാമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ബേബിയോ ഞാനോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ പൂളിൽ വീഴുന്ന ആ തലതെറിച്ചവനാണെങ്കിൽ എടാ നീ എന്താടേ കാണിച്ചത്, ഇതിന് മാത്രം ഇവൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഇവളെ എൻ്റെ കമ്പനിയിലെ പ്രധാനപ്പെട്ട സ്റ്റാഫാന്ന് പറയുന്ന ജുയോങ് ആണെങ്കിൽ ഈ ബേബി എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാന്ന് പറഞ്ഞ് വെതർ തീരെ ശരിയല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാമെന്ന് പറയുന്നതും പിന്നീട് ഇവൻ പറഞ്ഞതുപോലെ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്നതും ഇവളാണെങ്കിൽ മഴ പെയ്യുന്ന എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ വാച്ചിൽ ഈ വെതർ കണ്ടീഷനൊക്കെ അറിയാൻ പറ്റും ഇവൻ പറയുന്നതും ഇവളാണെങ്കിൽ ജഗ് ഫുഡും അതുപോലെ സ്വീറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെയാണ് ഓർഡർ ചെയ്യുന്നത്. പറഞ്ഞതുപോലെ നിങ്ങൾക്കിതൊന്നും ഇഷ്ടമല്ലല്ലോ അല്ലേ, ഞാനൊരു കാര്യം ചെയ്യാം ക്യാപ്പിച്ചിനോ ഓർഡർ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഇവനാണെങ്കിൽ ഇവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ സുജോങ് ആണെങ്കിൽ അല്ല ഈ വാച്ച് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെയാണ് രാത്രി എൻ്റെ കൂടെ ആയിരിക്കും കിടത്തെന്നൊക്കെ ചോദിക്കുന്നതും തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ഒരു ചെറിയ പയ്യൻ അവൻ്റെ കയ്യിൽ ഒരു ടോയ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സുജോങ് ആണെങ്കിൽ ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതും ജുയോങ് അങ്ങ് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള ഏതോ ഒരു ടോയ് ആണെന്ന് ഇവൾക്ക് ഇതൊന്നും അറിയത്തില്ല. അത് ക്യൂട്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നല്ല രസമില്ലേ കാണാൻ എന്ന് പറയുന്ന സുജോങ്ങിനോട് എന്നാൽ ശരി താൻ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറയുന്നതും ശരിക്കും ഞാൻ വീട്ടിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഇവളെ ഹാപ്പി ആയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇവനാണെങ്കിലും പിന്നീട് വാച്ചിൽ റിപ്പോർട്ട് ചെയ്യുന്നത് സുജോങ് അങ്ങനെ വിചാരിച്ച അത്ര ഡേഞ്ചർ അല്ല എന്നാണ്. വീട്ടിലെത്തുന്ന ഇവളാണെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ പ്രൈസ് ഇങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നതും ഇത്ര വലിയ പൈസയോ, ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യായിരുന്നു, ഈ ഡ്രസ്സ് എങ്ങാനും എടുത്തോളം പറയുകയാണെങ്കിൽ വിൽക്കെങ്കിലും ചെയ്യായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് കറണ്ട് പോകുന്നതും ഇവളാണെങ്കിൽ തന്നെ ഇതൊക്കെ റിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് വരുന്ന അച്ഛനാണെങ്കിൽ എന്താ മോളിത് തന്നെ ചെയ്യുന്നത്, ഞാനിവിടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊരു ഇലക്ട്രീഷ്യൻ്റെ മകളല്ലേ, അത് മാത്രമല്ല ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ ലൈസൻസ് എടുത്തത് വെറുതെ ആണോ, ഒന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് അവസാനം ഈ ജോലിക്കെങ്കിലും പോകാലോ എന്നൊക്കെ പറയുമ്പോൾ അച്ഛനാണെങ്കിലും എൻ്റെ കട നോക്കി നടത്താൻ അങ്ങനെ ഭാവിയിൽ ഒരാളെ കിട്ടിയെന്ന് പറയുന്നതും അങ്ങനെ ഇവർ തമ്മിലൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ഇവളുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലാണെങ്കിൽ കിംസിന് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളാണെങ്കിലോ ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇയാളാണല്ലേ പോസ്റ്റ് ഇട്ടത്, ഡയലോഗ്സ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നതും അപ്പോൾ ഈ ഫ്രണ്ട് ആണെങ്കിൽ പക്ഷേ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല, ആരും അങ്ങനെ വരുന്നില്ല എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു എന്നിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് എത്തിയെന്നൊക്കെ പറയുന്നു. ഇവനാണെങ്കിൽ ഈ ഫോട്ടോസ് ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവൾക്ക് ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഫോട്ടോ എടുക്കുന്ന ടൈമിൽ നൈസായിട്ട് ഇവർ ക്ലോസ് ആകുന്നതും കിംസിനാണെങ്കിൽ പെട്ടെന്ന് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നിവളുടെ ഫ്രണ്ട് ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് എന്നെ ഇഷ്ടമാണെന്ന് അവിടെ ചോദിക്കുന്നതും ഇവർ രണ്ടുപേരും കിസ് ചെയ്യുന്നതായിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത്. ഇവർ തമ്മിൽ പെട്ടെന്ന് അങ്ങ് സെറ്റ് ആകുന്നുണ്ട്. ഇതേ ടൈമിൽ ജുയോങ് ആണെങ്കിലോ ഇവൻ്റെ ആ ഒരു ഗെയിം സ്റ്റോറിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ സാധനങ്ങളെ കാർട്ടിലിടുന്നുണ്ട്, അതുപോലെ പർച്ചേസ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസം കിംസിന് എണീക്കുന്ന ടൈമിൽ ഈ ഫ്രണ്ട് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നേരത്തെ അവിടെ നിന്നും പോകാനാണ് നോക്കുന്നത്. എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ പാരൻസിൻ്റെ അടുത്തേക്ക് പോകണം, ഫിഷിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നതും ഇവൻ ഇതുവരെ കാണാത്തത് കൊണ്ട് തന്നെ ഇവളുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ താൻ ഇനി പൊക്കോ, ഇനി അങ്ങോട്ട് വരേണ്ടെന്ന് പറയുമ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുന്ന ഇവൾ പറയുന്നുണ്ട് എൻ്റെ പാരൻസ് അവിടെ ഉണ്ടായിരിക്കും, അപ്പോൾ തന്നെ കണ്ട അത്ര ശരിയായിരിക്കില്ല എന്ന് പറയുമ്പോൾ എന്താ ഞാൻ കാണാൻ കൊള്ളാവുന്ന ഒരുത്തനല്ലേ എന്നാണ് കേട്ടോ ഇവൻ ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് ആണെങ്കിൽ എൻ്റെ പാരൻസ് അവിടെയുണ്ട്, അപ്പോൾ എൻ്റെ കൂടെ ഒരു ആണിനെ കണ്ടു കഴിഞ്ഞാൽ അവരെന്തായാലും ഒരു റീമാരിങ്ങിന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ താൻ ഡിവോഴ്സി ആണോ എന്നാണ് കേട്ടോ കിംസിന് അവിടെ ചോദിക്കുന്നത്. അതേന്ന് പറയുന്ന ഇവരാണെങ്കിൽ അവിടെ വെച്ചിട്ട് ഓക്കെ പിന്നെ കാണാമെന്ന് പറഞ്ഞ് അങ്ങ് പിരിയുന്നുണ്ട്. പിന്നീട് അച്ഛനും അമ്മയാണെങ്കിൽ മീറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ടിനോട് നിൻ്റെ കട അങ്ങനെ ലാഭത്തിലൊന്നും അല്ലല്ലേ പോകുന്നത്, സുജോങ് പറഞ്ഞു അല്ല എന്താ നിൻ്റെ ഉദ്ദേശം, വേറൊരു കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ മകളാണെങ്കിൽ 10 വർഷം ഡേറ്റിംഗ് ചെയ്തിട്ടുള്ള ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്, എന്നിട്ടും ഒരു വർഷം പോലെ തികച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതും അങ്ങനെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഓഫീസിലെത്തുന്ന ഇവളാണെങ്കിൽ ജുയോങ്ങിന് ഡ്രസ്സ് തിരിച്ചേൽപ്പിക്കുന്നതും ഇത് കഴുകിയോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യമല്ലേ ഇട്ടെന്ന് ചോദിക്കുമ്പോൾ അത് ശരി അപ്പം മാനേഴ്സ് ഒന്നും ഇല്ലാലേ, എന്നാലും ഇത് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്ത് കഴുകിയിട്ട് വേണം തരാമെന്ന് പറയുന്നതും ഇവളിങ്ങനെ ഉറക്കെ സംസാരിക്കുന്ന ടൈമിൽ തനിക്ക് തീരെ മാനേഴ്സ് ഇല്ല, നേരത്തെ ലിഫ്റ്റിൽ വെച്ചിട്ടും ഇതുപോലെ ഉറക്കെ സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കങ്ങ് ശരിക്കും ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിലും പക്ഷേ ആലോചിക്കുന്നത് ആ ഡ്രസ്സ് ഇവൾക്ക് സ്യൂട്ട് അല്ല എന്ന് പറഞ്ഞിരുന്നു, ശരിക്കും ആ ഡ്രസ്സ് ഇവൾക്ക് നല്ല സ്യൂട്ട് ആയിരുന്നില്ലേ എന്നായിരിക്കും, അതായത് ഇവൾ ആ ഡ്രസ്സിൽ കാണാൻ നല്ല ഗ്ലാമർ ആയിരുന്നല്ലോ. പിന്നീട് മീറ്റിംഗ് ഹാളിലാണെങ്കിൽ ഇവൾ ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട് കേട്ടോ. അല്ല ഇയാൾ ആരാന്ന വിചാരം, ഇയാൾ ഒടുക്കത്തെ ജാടാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിൽ കറക്റ്റ് ഇവൻ എത്തുന്നതും എന്നെ പറ്റിയാണോ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേറെ ആരെയോ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഇവൾ ഒഴിഞ്ഞു മാറുന്നതും നൈസായിട്ട് ഇവൻ അടിക്കാനൊക്കെ നോക്കുന്നുണ്ടെന്ന് തിരിയുന്ന ടൈമിൽ കൊതു എന്നൊക്കെ പറഞ്ഞ് ഇവൾ നൈസായിട്ട് വിഷയം മാറ്റുന്നുണ്ട്. പിന്നീട് ഗന്നമിലുള്ള ഒരു ഷോപ്പിനെ പറ്റിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു റിന്യൂവൽ പ്രൊജക്റ്റ് നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിൽ അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഒട്ടും ചിന്തിക്കാതെ ഇവളാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇത് കാണുന്ന ഇവളുടെ ടീമിലെ മറ്റ് മെമ്പേഴ്സ് ആണെങ്കിൽ അല്ല ഇവർ ഈ തലേ ദിവസം ഇവിടേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണോ വന്നേ, അല്ല ഒരാൾ പോയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അടുത്ത ആളത് പിന്നാലെ പോകുന്നു, രണ്ടുപേരും ചക്കിക്കത്ത ചങ്കരൻ തന്നെയില്ലെന്ന് അവിടെ പറയുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന കിംസിനാണെങ്കിൽ തലേ ദിവസത്തെ അതായത് ഇവളുടെ ഫ്രണ്ടിൻ്റെ ഒപ്പമുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെറുതായിട്ട് കൺട്രോളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഇവർ ഗന്നമിലെത്തുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ഈ ഒരു ഷോപ്പ് റിന്യൂ ചെയ്യുന്നതിനെ പറ്റിയും അങ്ങനെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഒരു ഷോപ്പിലെത്തുന്ന ടൈമിൽ ദേ ആ കട കണ്ടില്ലേന്ന് ഇവള് ചോദിക്കുന്ന ടൈമിൽ ജോയോങ് ആണെങ്കിൽ ആ കട അല്ലേ, അത് ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടുന്ന കടയാണ്, ദേ ഈ പേഴ്സൊക്കെ അവിടെ നിന്ന് വാങ്ങിയതെന്ന് പറയുമ്പോൾ ഇവള് മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ അതല്ല പറഞ്ഞത്, ആ ലെറ്റർ ശ്രദ്ധിച്ചില്ലേ എന്ന് പറയുമ്പോൾ ബെസ്റ്റ് എൻ്റെ സൺഗ്ലാസ്സിലുള്ളതും അതേ ആ ഒരു ബ്രാൻഡിൻ്റെ ചിഹ്നമാണ്, താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ നൈസ് ആയിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ് ഇവൻ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ആ ടൈമിലാണ് ആ കണ്ണട കടയിൽ നിന്നൊരു ബഹളം കേൾക്കുന്നത്. അതായത് അത് ഓൾറെഡി വാങ്ങിയ ഒരാൾ അതിന് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റാൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ മാറ്റാൻ കഴിയില്ല, ഇറ്റലിയിലാണിത് ഒറിജിനൽ ആയിട്ട് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ബഹളം നടക്കുന്നത്. ഇത് കണ്ടുവരുന്ന ജോയോങ് ആണെങ്കിൽ അതെ, ഇത്ര വില കൂടിയ സാധനങ്ങൾ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ ഉപയോഗിക്കേണ്ട, തന്നെ പോലുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ ഗ്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഈ കസ്റ്റമർ ആണെങ്കിൽ അല്ല ഇതൊക്കെ പറയാൻ താൻ ആരാന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നായകനാണെങ്കിലും സ്റ്റൈലായിട്ട് ഗ്ലാസ് എടുത്ത് വെക്കുന്നതും ഈ മോഡലിൻ്റെ പിക്ക് ഉണ്ടായിരിക്കുമല്ലോ അതിൻ്റെ അടുത്ത് പോയി ദേ കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിനൊരു കഴിവ് വേണമെന്നൊക്കെ പറയുമ്പോൾ ഇത് കാണുന്ന സ്യുജോങ്ങിനാണെങ്കിൽ നല്ല ക്രിഞ്ച് ഫീൽ അടിക്കുന്നുണ്ട് കേട്ടോ. ഈ കസ്റ്റമർ ആണെങ്കിലും താൻ കണ്ണട വാങ്ങാൻ വന്നതാണെങ്കിൽ വാങ്ങിപ്പോ, എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ചൂടാകുമ്പോൾ സ്യുജോങ് കയറി ഇടപെടുന്നുണ്ട്. സാറിന് മറ്റൊരു കണ്ണട നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു കണ്ണട ഓൾറെഡി ഒന്ന് തകർന്നിരിക്കുക എന്ന് പറയുമ്പോൾ അല്ല ഓൾറെഡി ഞാൻ ഈ കമ്പനിയിലെ മെമ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു തുക തന്നെ ഡിസ്കൗണ്ട് തരാമെന്ന് പറയുന്നതും ഡിസ്കൗണ്ട് എമൗണ്ട് കേൾക്കുന്ന ടൈമിൽ ഈ കസ്റ്റമറിൻ്റെ മനസ്സൊന്ന് ചേഞ്ച് ആകുന്നുണ്ടെന്ന് ഇത് കേൾക്കുന്ന ജോയോങ് ആണെങ്കിൽ തനിക്കിത് എന്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു വരുമ്പോൾ ഒന്ന് മാറി നിന്നെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ തള്ളി മാറ്റുന്നുണ്ട് കേട്ടോ. 2-3 പ്രാവശ്യം ഇങ്ങനെ തള്ളി മാറ്റുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കസ്റ്റമർ ആണെങ്കിൽ ഇതിങ്ങനെ ട്രൈ ചെയ്യുന്ന ടൈമിലാണ് ഇവൻ ഇയാളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്നത് കേട്ടോ. അതായത് ഇവൻ എപ്പോഴും പോകാറുള്ളൊരു കൺസേർട്ടില്ലേ അതിൽ മെയിൻ സിംഗർ ആയിരിക്കും. ഇത് കണ്ട് ഇവൻ ആകെ അന്തം വിട്ട് നിൽക്കുന്നതും പിന്നീട് ഇയാൾ പോകുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ആ ഒരു ഷോക്കൊന്നും മാറിയിട്ടുണ്ടായിരിക്കില്ലേ, എന്നാലും ആവശ്യമില്ലാതെ ഇങ്ങനെ ഡയലോഗ് അടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ. ഇപ്പം കണ്ടില്ലേ ആൾ നൈസായിട്ട് അത് വാങ്ങിപ്പോയി, നമുക്കാണെങ്കിൽ ചീത്തപ്പേരില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിലും താൻ ചെയ്തത് വലിയൊരു കാര്യം, എന്നാലും അയാൾ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഇവൾക്കും കാര്യം കത്തുന്നത് കേട്ടോ. അല്ല ഇത് താൻ പോകാറുള്ള കൺസേർട്ടിലെ മെയിൻ സിംഗർ അല്ലേ, അയ്യോ താൻ ഇയാളുടെ വലിയ ഫാൻ അല്ലേ, ഓട്ടോഗ്രാഫ് വാങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ആകെ സാഡായിട്ട് നിൽക്കുകയാണ്. പറഞ്ഞതുപോലെ താൻ ഇതൊക്കെ ചെയ്യുന്നത് രഹസ്യമായിട്ടാണല്ലോ, അപ്പോൾ ഓട്ടോഗ്രാഫ് വാങ്ങാൻ പറ്റത്തില്ല അല്ലേ, എന്നാലും ഒരു പേന കിട്ടുകയാണെങ്കിൽ ഞാൻ വാങ്ങി തരായിരുന്നു എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ദേ പേന എന്ന് പറഞ്ഞ് ഇവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇവളാണെങ്കിലോ ഇയാളുടെ പിന്നാലെ പോയിട്ട് ഒരു ഓട്ടോഗ്രാഫ് തരുമെന്ന് ചോദിച്ച് ഓട്ടോഗ്രാഫ് വാങ്ങുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവൻ്റെ അടുത്ത് വന്ന് അതെ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കും, ആൾ സമ്മതിച്ചു എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഞാൻ തന്നെ എടുക്കണല്ലേ എന്ന് പറഞ്ഞ് മനസ്സോടെ ഫോട്ടോ എടുക്കാൻ നോക്കുന്നതും ഫോട്ടോ എടുക്കുന്നത് ഇവളുടെ ആയിരിക്കില്ലേ, പകരം സൂം ചെയ്തിട്ട് ഈ സിംഗറുടെ ആയിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് തിരിച്ചു പോകുന്ന ടൈമിൽ ഈ ഫോട്ടോയൊക്കെ കാണുന്ന സ്യുജോങ് ആണെങ്കിൽ ബെസ്റ്റ് ഒന്നില്ലെങ്കിലും ഈ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങി തന്നത് ഞാനല്ലേ, അപ്പോൾ ഒരു ഫോട്ടോ എങ്കിലും എൻ്റെ കൂടി ഉൾപ്പെടുത്തായിരുന്നു എന്ന് പറയുമ്പോൾ ജോയോങ് ആണെങ്കിലും അതെ ഞാൻ അയാളുടെ ഫാനാണ് അല്ലാതെ നിൻ്റെ ഫാനല്ല എന്നവിടെ പറയുന്നുണ്ട്. എന്തായാലും തന്നോട് എനിക്ക് കുശുമ്പ് തോന്നുന്നുണ്ടെന്ന് പറയുന്ന സ്യുജോങ്ങിനോട് താൻ എന്താ എന്നെ കളിയാക്കാൻ നോക്കുകയാണോ എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത്. ഞാൻ കാര്യം പറഞ്ഞതാടോ, ഒന്നില്ലെങ്കിലും തനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തോട് പാഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ പാഷൻ ഉണ്ടായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്, എനിക്കൊന്നും അങ്ങനെ ഇല്ലയെന്ന് പറയുമ്പോൾ ഇവനതങ്ങ് ടച്ച് ആകുന്നുണ്ട് കേട്ടോ. അതെ ഇയാൾക്ക് ഇഷ്ടമുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല അതിപ്പോൾ രണ്ടുപേരും അറിഞ്ഞാൽ എന്താ കുഴപ്പം, അത് തൻ്റെ ഇഷ്ടമല്ലേ, തൻ്റെ ഹോബീസ് അല്ലേ, ഇതൊക്കെ മറ്റുള്ളവർ അറിഞ്ഞെന്ന് വിചാരിച്ച് വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹോബീസും ഈ വർക്ക് ലൈഫും തമ്മിൽ കൂട്ടിക്കലരാതിരുന്നാൽ പോരെ, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒന്ന് സ്ട്രക്ക് ആകുന്നതും ഇവളാണെങ്കിൽ ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ ഇവൻ ജസ്റ്റ് ഇവളെ പിടിച്ചൊന്നിങ്ങനെ വലിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളമാകുമെന്ന് പറയുന്ന ടൈമിൽ അവിടെ ഇങ്ങനെ ഡാൻസിങ് വാട്ടർ വരുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും സ്ട്രക്കായി നിൽക്കുന്നതും ഇവളാണെങ്കിലും ആ വെള്ളം തെറിക്കുന്ന ടൈമിൽ അവിടെ ഇങ്ങനെ മഴവില് കാണുന്നുണ്ട്. ഈ റെയിൻബോ കാണാൻ എന്ത് ഭംഗിയാലേ എന്ന് പറയുമ്പോൾ ഇവളെ ശ്രദ്ധിക്കുന്ന ജോയോങ് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട്, ഇതുപോലെ റെയിൻബോ മുന്നേ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് തൻ്റെ കൂടെ കാണുമ്പോൾ എന്തോ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇയാളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും. പിന്നീട് ഇവനാണെങ്കിൽ ചീഫ് ലേഡിയോട് അതെ ആ സ്യുജോങ് ആളത്ര കുഴപ്പക്കാരിയല്ല, എലിമിനേറ്റ് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലല്ലോ മുന്നേ പറഞ്ഞതെന്ന് ചോദിക്കുന്ന ഈ ലേഡിയോട് അല്ല മുന്നേ ഞാൻ അങ്ങനെ പറഞ്ഞു, പക്ഷേ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് നല്ല എഫേർട്ട് എടുക്കുന്ന ലേഡിയാണെന്ന്, അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും കൺസിഡർ ചെയ്യണമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആൾ വളരെ സ്മാർട്ടാണെന്ന് ചീഫ് ലേഡി പറയുമ്പോൾ ഇവൻ നോക്കുന്നത് ഇവൻ്റെ ഈ കണ്ണാട ബോക്സിലായിരിക്കട്ടോ ഓട്ടോഗ്രാഫ് തന്നിട്ടുണ്ടായിരിക്കുക, അതിങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കുകയാണ്. ഇതേ ടൈമിൽ സ്യുജോങ് ആണെങ്കിലോ ടീം മെമ്പേഴ്സിനോട് അതെ നമ്മുടെ സാറ് ആൾ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല, പിന്നെ ഈ സ്പീഡിൽ അങ്ങനെ കുറേ ഡിസിഷൻസ് എടുക്കും, പക്ഷെ നല്ല ബുദ്ധിശാലിയാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും അല്ലല്ലോ രാവിലെ പറഞ്ഞത്, ആളെ ചീത്ത വിളിച്ചിട്ടല്ലേ പോയെന്ന് പറയുമ്പോൾ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ അല്ല ഞങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് ആളെ അത്ര ഇഷ്ടമല്ലെന്ന, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഇഷ്ടക്കേട് അങ്ങനെയൊന്നുമില്ല, ഓരോ സ്പോട്ടിൽ അങ്ങ് തോന്നുന്നതല്ലേ എന്നാണ് ഇവളവിടെ പറയുന്നത്. നൈറ്റിൽ ഇവൻ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ഇവൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. എന്താ വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അല്ല കുറച്ച് ഞാൻ പുറത്തായിരുന്നല്ലോ അതുകൊണ്ട് കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്ന് പറയുന്നതും അതിൻ്റെ
അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കത് കാണുമ്പോൾ കുറച്ച് സങ്കടം തോന്നില്ലേ, എൻ്റെ കൂടെയല്ലേ വന്നേ, മാത്രമല്ല കഷ്ടപ്പെട്ട് ഇങ്ങനെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നാളെ വന്നിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ഇവനങ്ങ് ദേഷ്യത്തിൽ പോകുമ്പോൾ ഇവളാണെങ്കിൽ ലേറ്റായിട്ട് ഇവിടെ ഇരിക്കേണ്ട, താൻ പൊക്കോ എന്ന് ഇയാൾക്ക് നല്ല രീതിയിലൊന്നും പറയാൻ അറിയത്തില്ലെന്ന് ചോദിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ജുയോങ് ആണെങ്കിൽ പിന്നെ ആ ഡ്രസ്സ് അത് തിരിച്ചേൽപ്പിക്കേണ്ടെന്ന് പറയുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ഇവളോട്. നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നതും എന്നിവൾ ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഡ്രസ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ ഈ ഓട്ടോഗ്രാഫ് കിട്ടിയിട്ടുള്ള ഈ ബോക്സും കൊണ്ട് ഇങ്ങനെ പോകുന്ന ടൈമിലാണ് കിംസിൻ അങ്ങോട്ട് എത്തുന്നതും ആള് കുറേ ഫുഡ് ഐറ്റംസും ആയിട്ടാണ് കേട്ടോ ഇവൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക. ഇവൻ നോക്കുമ്പോൾ കിംസിൻ ആണെങ്കിലോ സുജോങ്ങിൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതും ചിരിക്കുന്നതൊക്കെയാണ് കേട്ടോ ജുയോങ് കാണുന്നത്. അല്ല നീ എന്തിനിങ്ങനെ കോമാളിയെ പോലെ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിരിച്ചു എന്ന് ഇവൻ തിരിച്ചു ചോദിക്കുമ്പോൾ ബെസ്റ്റ് കോമാളിയാന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പോൾ ബുദ്ധിയും ഇല്ല എന്ന് പറയുമ്പോൾ കിംസിൻ ആണെങ്കിൽ എടാ ഞാൻ ഇതുപോലെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ വിധിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആലോചിക്കുന്നത് പണ്ട് സുജോങ് ഇവനെ റിജക്റ്റ് ചെയ്ത ടൈമിൽ ഇവൻ പറയുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ വിധിയാണ്, നമ്മളിങ്ങനെ മീറ്റ് ചെയ്യണം എന്നുള്ളത്, അതിങ്ങനെ റിജക്റ്റ് ചെയ്യരുതെന്ന്. പക്ഷേ ഇവളാണെങ്കിൽ എനിക്ക് ഇതിന് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു സീനാണ് കേട്ടോ ഇവൻ ആലോചിച്ചെടുക്കുന്നത്. ഇവനാണെങ്കിൽ വിധിയല്ലേ, നിനക്കിപ്പോൾ ആരോടെങ്കിലും പ്രേമം തോന്നുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ നീ പെട്ടുമോനെ എന്നൊക്കെ പറയുമ്പോൾ കിംസിനാണെങ്കിൽ നീ നിൻ്റെ ഫസ്റ്റ് ലവിനെ പറ്റി ആലോചിച്ചല്ലേ, നീ ഇപ്പോഴും അതൊന്നും മറന്നിട്ടില്ലടാ എന്ന് പറഞ്ഞ് കിംസിനാണെങ്കിൽ ഇവനെ കളിയാക്കുന്നതും നിന്നു ഞാൻ ഇന്ന് കൊല്ലിടാന്ന് പറഞ്ഞ് പിന്നാലെ ഓടുന്ന ജുയോങ്ങിനെയൊക്കെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ജുയോങ് ആണെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് ഫോൺ നോക്കുന്ന ടൈമിൽ ഞാൻ ബിസി ആയിരുന്നു, അതാ വരാഞ്ഞ് ഗെയിം കളിക്കാമെന്ന് പറയുമ്പോൾ എന്തെത്ര ബിസി എന്ന് ചോദിക്കുന്ന ടൈമിൽ പുതിയൊരു ഷോപ്പ് തുടങ്ങിയെന്ന് പറയുന്നതും എന്ത് ഷോപ്പ് എന്ന് ഇവൻ ചോദിക്കുന്ന ടൈമിലാണ് ഇവൻ്റെ ഈ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ എത്തിയെന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നത്. ഇവനാണെങ്കിലും അത് വാങ്ങാൻ പോകുന്നതും പിന്നീട് തിരിച്ചു വരുന്ന ടൈമിൽ ഈ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ വരുന്ന ലേഡി എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്തു, ഒരു സ്ഥലം ഒഴികെയെന്ന് പറയുന്നതും അത് ഇവൻ്റെ ഗെയിം സ്റ്റോർ ആയിരിക്കുമല്ലോ. പിന്നീട് ഈ ലേഡി പോയതിനു ശേഷം ഇവൻ തന്നെയാണ് അവിടെ മൊത്തം ക്ലീൻ ചെയ്യുന്നത്, അതും നല്ല എൻജോയ് ചെയ്തിട്ട് വളരെ ശ്രദ്ധപൂർവ്വം ക്ലീൻ ചെയ്യുന്നുണ്ട്. മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവൻ നല്ല എൻജോയ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കേട്ടോ. പിന്നീട് അവിടെ തന്നെ ഒരു ഫ്രിഡ്ജൊക്കെ സെറ്റപ്പ് ഉണ്ടായിരിക്കും, ഇവനാണെങ്കിൽ ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്നതും അതും ഇവന് ഇഷ്ടമുള്ള സ്വീറ്റ് ഡ്രിങ്ക്സ് ഒക്കെ ആയിരിക്കും കേട്ടോ ഇവൻ ആലോചിക്കുന്നത്. സുജോങ് ഇവനോട് പറഞ്ഞ കാര്യമായിരിക്കും, അതായത് തനിക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് വലിയ കാര്യമാണ്, അത് ഫോളോ ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞ കാര്യം ആലോചിക്കുന്ന ഇവൻ്റെ മുഖത്ത് ഒരു ചിരിയാണ് വരുന്നത്. നെക്സ്റ്റ് സീനിൽ സുജോങ്ങിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൊറിയറായിട്ട് എത്തുന്നുണ്ട്, അതും വില പിടിപ്പുള്ള സാധനങ്ങൾ കേട്ടോ. ഇതൊക്കെ ആരാ അയച്ചെന്ന് ചോദിക്കുമ്പോൾ ബ്ലാക്ക് ഡ്രാഗൺ ആണെന്ന് പറയുന്നതും ഈ ഫ്രണ്ടിൻ്റെ മുഖത്ത് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ അവിടെ ഒതുക്കി വെക്കുന്ന ടൈമിലാണ് സുജോങ് അങ്ങോട്ട് വരുന്നതും ഈ ഫ്രണ്ട് അങ്ങ് പതറുന്നുണ്ട് കേട്ടോ. അല്ല ഇതെന്താ സംഭവം, ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ, ഈ സാധനമൊക്കെ എങ്ങനെ വാങ്ങിച്ചെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്കൊരു ഫ്രണ്ട് തന്നതാന്ന് പറയുന്നതും ഫ്രണ്ടോ, അതേതാ ഞാൻ അറിയാത്ത ഫ്രണ്ട്, ഇയാളുടെ ഫ്രണ്ടിനൊക്കെ എനിക്ക് അറിയത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അല്ല അത് നിനക്ക് അറിയത്തില്ല, വേറൊരു ഫ്രണ്ടാന്നൊക്കെ പറയുന്ന ടൈമിലാണ് സുജോങ് ഈ ഡിഷസ് വിളമ്പാൻ വേണ്ടിയിട്ട് ഒരു റോബോട്ട് വരെ അവിടെ സെറ്റ് ആയിരിക്കും കേട്ടോ. ഇത് കണ്ട് ആദ്യം പേടിക്കുന്ന ഇവളാണെങ്കിൽ റോബോട്ടോ, ഇതൊക്കെ ആരാ തന്നെ, ഇതിന് മാത്രം ഏത് റിച്ച് ആയിട്ടുള്ള ഫ്രണ്ടാ ഉള്ളതെന്ന് ചോദിക്കുന്ന ടൈമിലാണ് ഈ റോബോട്ടിൻ്റെ സ്ക്രീനിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ഡ്രാഗൺ എന്ന് എഴുതി കാണിക്കുന്നത്. ഇത് കാണുന്ന ഇവളുടെ കിളി പോകുന്നുണ്ട്. ഫ്രണ്ടാണെങ്കിലും അതെ കുറച്ച് സാധനങ്ങൾ കളയാനായിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുന്നതും അവിടെ നിൽക്ക്, ഈ ബ്ലാക്ക് ഡ്രാഗൺ എന്ന് പറയുന്നത് അന്നത്തെ ചെറുക്കനല്ലേ, അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ടച്ച് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതും അല്ല അത് പിന്നെ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയുന്ന ഫ്രണ്ടിനോട് ചേച്ചി അവൻ നമ്മളെല്ലാവരും അല്ലേ എന്ന് പറ്റിച്ചത്, അന്ന് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഫ്രണ്ടാണെങ്കിലും അല്ലടി അത് പിന്നെ എന്താ സംഭവം എന്നറിയൂ, അവൻ നല്ല ഗെയിം കളിക്കും, പിന്നെ ഞങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ അതിനുശേഷം കളിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നതും എനിക്ക് അവനെ പറ്റിയിട്ട് ആലോചിക്കാനേ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾ ചൂടാകുന്ന ടൈമിൽ ഈ ഫ്രണ്ടാണെങ്കിലും ഇപ്പം എന്താ വേണ്ടേ, ഈ സാധനങ്ങളൊക്കെ വലിച്ചെറിയണല്ലേ, ഇപ്പോൾ വലിച്ചെറിയാന്ന് പറഞ്ഞ് ഇവളിത് കഷ്ടപ്പെട്ട് എടുക്കുന്നത് കാണുന്ന സുജോങ് ആണെങ്കിൽ വേണ്ട വലിച്ചെറിയണ്ട, പകരം ഇതൊക്കെ അങ്ങ് വിറ്റേക്കെന്ന് പറയുന്നതും വിൽക്കാന്ന് വളരെ ബുദ്ധിമുട്ടി പറയുന്ന ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. അതായത് ഇവരൊക്കെ ഒരുമിച്ചായിരുന്നല്ലോ ഒന്ന് ഗെയിം കളിച്ചത്, ഈ ഫ്രണ്ടും ഈ ബ്ലാക്ക് ഡ്രാഗൺ അതായത് നമ്മുടെ ജുയോങ്ങും തമ്മിൽ ഇപ്പോഴും ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഓഫീസിലേക്ക് വരുന്ന ജുയോങ് ആണെങ്കിൽ സുജോങ്ങിനെ കാണുമ്പോൾ ഇന്ന് നേരത്തെ ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല സാറാണ് നേരത്തെ വന്നെന്ന് പറയുന്നതും അല്ല സാറേ വെതർ എങ്ങനെയുണ്ട്, വാച്ചിൽ ചെക്ക് ചെയ്തില്ലെന്ന് ചോദിക്കുന്ന ഇവളോട് ഇന്നത്തെ വെതർ ക്ലിയർ ആണെന്ന് പറയുന്നതും അപ്പോൾ ഇവളാണെങ്കിൽ ഈ വാച്ച് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ് കേട്ടോ. ഇത് കൊള്ളാലോ, വളരെ ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത്, എങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞിട്ട് ഇവനായിട്ട് ക്ലോസ് ആയി വരുന്ന ടൈമിൽ ഇവൻ എന്തൊക്കെയോ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല താൻ എത്ര നേരം ഇങ്ങനെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നതും അപ്പോഴാണ് ഇവരെത്രമാത്രം ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് ഇവൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും സ്റ്റക്കായിട്ട് ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്ന ടൈമിലാണ് കറക്റ്റ് ലിഫ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ചീഫ് ലേഡി അങ്ങോട്ട് വരുന്നതും ചീഫ് ലേഡിയെ കാണുന്ന ടൈമിൽ സുജോങ് ആണെങ്കിൽ ഇവനൊരൊറ്റ തള്ളാണ് കേട്ടോ. ഇത് കാണുന്ന ചീഫ് ലേഡി ആണെങ്കിൽ അയ്യോ സാറേ ഒന്നും പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും വാണം വിട്ട പോലെ ഓടുന്നുണ്ട്. ഇവനാണെങ്കിലും അല്ല എൻ്റെ പ്രഷർ ശരിയല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ ചീഫ് ലേഡി ആണെങ്കിൽ എൻ്റെ പ്രഷറും നോർമൽ അല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ
ഓഫീസിലേക്ക് ഇവരെത്തുന്ന ടൈമിൽ സ്യുജോങ് ആണെങ്കിലോ ഇവൻ്റെ കയ്യിലുള്ള അതേപോലത്തെ ഒരു ടോയ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇതൊരു ടോയ് അല്ലേ, ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ ചീഫ് ലേഡി ആണെങ്കിൽ ശരിയാണല്ലോ, ഇവിടെ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും കുട്ടികളുണ്ടോ, അവരെങ്ങാനും വന്നതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ്റെ കയ്യിലുള്ള അതേ ഒരു കളക്ഷൻ തന്നെയായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവൻ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ചീഫ് ലേഡി ഇവനെ നോക്കുന്ന ടൈമിൽ ഞാൻ കാറിലൊരു സംഭവം മറന്നു വെച്ചു, ഇപ്പം എടുത്തു വരാമെന്ന് പറഞ്ഞ് ഇവൻ നേരെ പോകുന്നത് ഇവൻ്റെ ഫ്ലാറ്റിലേക്കായിരിക്കും. തലേ ദിവസം ഇതുപോലത്തെ ഒരു എഗ്ഗ് ഷെല്ല് ഇവൻ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചിരുന്നു കേട്ടോ. ഇവനാണെങ്കിൽ ഈ ഗെയിം സ്റ്റോറിലെത്തി നോക്കുന്ന ടൈമിൽ ആ ഒരു എഗ്ഗ് മിസ്സിംഗ് ആയിരിക്കും. ഇത് കണ്ട് ഇവൻ ആകെ ഷോക്കായി അങ്ങ് നിലത്ത് വീഴുന്നുണ്ട്. അത് തൻ്റേതാണെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത ഇമേജൊക്കെ തകരില്ലേ. ഇവനാണെങ്കിൽ ആകെ ഷോക്കായി ഇരുന്ന് ആലോചിക്കുന്നത്. ഇവളിതുപോലെ റിജക്റ്റ് ഒക്കെ ചെയ്ത് വീട്ടിലേക്ക് ലേറ്റ് ആയിട്ട് എത്തുന്ന ടൈമിൽ ഇവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഓർമ്മ ദിവസമായിരിക്കും കേട്ടോ. അവിടെ അമ്മൂമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ഇവനാണെങ്കിൽ സോറി പറയുന്ന ടൈമിൽ ഗ്രാൻഡ്മ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ആണല്ലോ, ഇവനെ അവിടെ അങ്ങ് ചൂടാകുന്നതും ഇവൻ്റെ ഡ്രസ്സും മറ്റും കാണുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ അമ്മൂമ്മയ്ക്ക് ദേഷ്യം വരുന്നത് കേട്ടോ. നീ കാരണമാണ് എൻ്റെ മകൻ മരിച്ചതെന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്ന അമ്മൂമ്മയോട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ സോറി പറഞ്ഞ് കരയുന്നൊക്കെയുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരുന്ന സ്റ്റാഫ് ആണെങ്കിൽ ഇവൻ്റെ റൂമിൽ നിന്ന് ഈ ഗെയിമിൻ്റെ കളക്ഷൻസൊക്കെ കണ്ടെടുത്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നതും ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഇവൻ കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഗ്രാൻഡ്മയാണെങ്കിൽ ഒന്നിനും സംഭവിക്കുന്നില്ല. ഇനി മുതൽ നീ എൻ്റെ പേരക്കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്നതും അതൊക്കെ നശിപ്പിച്ച് കളയാൻ പറയുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അതൊക്കെ കത്തിച്ച് കളയുന്നതും ഇവന് ഒരുപാട് വിഷമമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സീനാണ് കേട്ടോ മുന്നേ ഒരു ഫ്ലാഷ് ബാക്ക് എന്നുള്ള രീതിയിൽ കാണിച്ചു തന്നിരുന്നത്. എന്തായാലും അതിലൊരു ടോയ് കത്തിക്കുന്ന ടൈമിൽ അതവൻ്റെ അച്ഛനും അമ്മയും ഇവന് കൊടുത്തതായിരുന്നു കേട്ടോ. അവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ ഗ്രാൻഡ് മാത്രം ശരിയല്ല. എന്തായാലും ഇതൊക്കെ ആലോചിച്ച് ഇവൻ ആകെ സാഡായിട്ട് ഇരിക്കുന്ന ടൈമിലാണ് ഈ ടേബിളിൻ്റെ അടിയിലായിട്ട് കാണാതെ പോയ ഒരു ടോയ് കിടക്കുന്നത് ഇവൻ കാണുന്നത്. അതായത് ഓഫീസിലുള്ള ടോയ് ഇവൻ്റെ അല്ല കേട്ടോ. എന്തായാലും ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇവൻ്റെ പകുതി ജീവൻ അവിടെ പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇവൻ തിരിച്ചു വരുന്ന ടൈമിൽ ഓഫീസിലാണെങ്കിൽ ഇതിൻ്റെ ചർച്ചകളൊക്കെ ആയിരിക്കും. സ്യുജോങ് ആണെങ്കിൽ ചീഫ് ലേഡി പറഞ്ഞത് ഇതൊരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കളിപ്പാട്ടാണെന്നാണ്. എന്നാൽ ഇത് ആരുടേതായിരിക്കും? ആരും പറഞ്ഞിട്ടില്ല, എന്തായാലും ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വെക്കാം, നോട്ടീസ് ബോർഡിൽ ഇടാന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ടീം മെമ്പർ ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ടല്ലോ അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല ഞങ്ങളിൽ താനാണല്ലോ ചെറുതിനി തൻ്റെ എങ്ങാനും ആണോ എന്ന്. എൻ്റെ അല്ല എന്ന് പറയുന്ന ടൈമിൽ അതിലൊരു ബോയ് ആണെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഈ കളിപ്പാട്ടൊക്കെ വലിയ ആണുങ്ങൾ ഉപയോഗിക്കുക, അയ്യേ നാറ്റക്കേസ് എന്നൊക്കെ പറയുമ്പോൾ ഇത് അങ്ങോട്ട് വരുന്ന ജുയോങ് കേൾക്കുന്നുണ്ട്. ഇവരെന്ത് അടഞ്ഞ ചിന്താഗതിക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ ദേഷ്യത്തിലാണ് പോകുന്നത്. നെക്സ്റ്റ് സീനിൽ ഇവളാണെങ്കിൽ ഒരു ഫയല് കൊടുക്കാൻ വരുന്ന ടൈമിൽ ഈ ടോയ് ഇവൻ കാണുന്നുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചു, പക്ഷേ ഓണറെ കിട്ടിയിട്ടില്ല. ഓണറെ കിട്ടുന്നത് വരെ എൻ്റെ കയ്യിൽ വെക്കാമെന്ന് പറയുമ്പോൾ എന്നോട് ചോദിച്ചില്ലല്ലോ എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത്. സാറിന് ഇതുപോലത്തെ സ്റ്റഫൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നതും ഇല്ല എനിക്കിഷ്ടമെന്ന് പറയുന്ന ടൈമിൽ ഇയാൾക്ക് ഇത് എന്താണെന്നാണ് ഇവൾ വിചാരിക്കുന്നത്. എന്നാൽ ഇവനാണെങ്കിലും അതെ ആ ഡ്രസ്സില്ലേ അത് നാളെ തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് വെച്ചോളാനല്ലേ പറഞ്ഞെന്ന് ചോദിക്കുന്ന സ്യുജോങ്ങിനോട് ആഹാ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സ് അങ്ങ് വെച്ചെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായില്ലേ, അത് വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടുമല്ലോ, ഒരുപാട് കടമുണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞ്, അപ്പോൾ കടമൊക്കെ വീട്ടാൻ നല്ല ഒരു ഹെൽപ്പിംഗ് ആയല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ അല്ല ഇപ്പം ഞാൻ അങ്ങോട്ടല്ലേ ഹെൽപ്പിംഗ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു സീക്രട്ട് ഉണ്ട് അതെല്ലാവരുടെ അടുത്തുനിന്ന് മറച്ചു വെക്കുന്നത് ഞാനല്ലേ, എനിക്ക് വേണമെങ്കിൽ അത് പണ്ടേ പറയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവനങ്ങ് ചൂടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിലും മണ്ടേ തന്നെ ഡ്രസ്സ് അങ്ങ് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതും സംഭവം ഇവൻ പറഞ്ഞത് സത്യമായിരിക്കും. ഇവൾ ഓൾറെഡി നല്ലൊരു പൈസയ്ക്ക് അത് വിറ്റിട്ടുണ്ടായിരിക്കും കേട്ടോ. ടോയ്ലറ്റിലെത്തുന്ന ഇവളാണെങ്കിൽ ആ വിറ്റ ആളോട് തന്നെ അതെ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഇതൊന്നും തിരിച്ചു തരാൻ പറ്റുമോ, ഞാൻ ഫുൾ എമൗണ്ട് തരാമെന്ന് പറയുമ്പോൾ എന്തായാലും കച്ചവടമായി കഴിഞ്ഞു ഇനി എന്നെ വിളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു കസ്റ്റമർ ഇവളെ ബ്ലോക്ക് വരെ ചെയ്യുന്നുണ്ട് കേട്ടോ. അയാളുടെ ഈ പിടിവാശി കാരണം ഞാൻ ഈ പൈസ കൊടുത്തിട്ട് ഇനി ഇത് വീണ്ടും വാങ്ങേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ച് ഇവൾ അങ്ങ് ടെൻഷൻ അടിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. പിന്നീട് ഇവനാണെങ്കിൽ ഓർഡർ ചെയ്തിട്ടുള്ള ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു സംഭവമായിരിക്കും അത് എത്തുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഈ ഗെയിം സ്റ്റോറിൽ അത് സെറ്റ് ആക്കുന്നതും അങ്ങനെ ഇത് എൻജോയ് ചെയ്യുന്ന ടൈമിലാണ് ഈ ഷോർട്ട് സർക്യൂട്ട് എന്തോ ഉണ്ടായിട്ട് അത് മൊത്തത്തിൽ അങ്ങ് ഓഫ് ആകുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ എങ്ങനെ ഇത് റിപ്പയർ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഓൺലൈനിലൊക്കെ നോക്കി അത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവനത് കഴിയുന്നത് പോലും ഇല്ല. ഞാൻ ഇത്രയ്ക്കും സ്റ്റുപ്പിഡാണോ എന്ന് പറയുന്ന ഇവനാണെങ്കിൽ പിന്നീട് നെറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻസ് ആരാന്നൊക്കെ നോക്കുന്നുണ്ട്, അതുപോലെ റിവ്യൂസൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവൻ കണ്ടെത്തുന്നത് മറ്റാരും ആയിരിക്കില്ല, സ്യുജോങ്ങിൻ്റെ അച്ഛനെ ആയിരിക്കും. സ്യുജോങ് ആണെങ്കിലും അച്ഛൻ്റെ കടയിലേക്ക് വരുന്ന കറക്റ്റ് ടൈമിലാണ് ഇവൻ വിളിക്കുന്നതും. ഇവനാണെങ്കിൽ ശബ്ദം മാറ്റിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ പ്ലേസ് ഒരുപാട് അകലെ ആയതുകൊണ്ട് തന്നെ അച്ഛനാണെങ്കിൽ ഞാൻ വരാൻ നോക്കാമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ 5 ഇരട്ടി പൈസ തരാമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന സ്യുജോങ് ആണെങ്കിൽ വരാമെന്ന് പറ ഞാൻ പോകാമെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതായത് അച്ഛന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ മകളാണെങ്കിലും ഞാൻ പോകാമെന്നൊക്കെ പറയുന്നതും ഇവരതങ്ങ് സെറ്റാക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ മകളോട് ഇന്നൊരു ദിവസം ലീവ് കിട്ടിയതല്ലേ നിനക്ക് വീട്ടിലിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ നല്ല പൈസ കിട്ടുന്ന സംഭവമല്ലേ ഇത് ഞാൻ പോയി അങ്ങ് സെറ്റാക്കിക്കോളാം ഇവളങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ഇവളാണെങ്കിൽ ഇവൻ അയച്ച അഡ്രസ്സ് പ്രകാരം ഇവൻ്റെ ആ ഒരു സ്ഥലത്ത് എത്തുന്നതും വലിയ പണക്കാരൻ്റെ സ്ഥലമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടേക്ക് വരുന്ന ടൈമിൽ ഇവനാണെങ്കിൽ പാർക്കിംഗ്
ഏരിയയിൽ കാറിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇത് ഇവൻ്റെ വീടാണ്, ഇവൻ്റെ സ്ഥലമാണെന്ന് ഈ വരുന്ന ആൾ അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ഏത് റൂമിലേക്കാണ് കയറേണ്ടത്, അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല, അത് ബാനഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഇത് എന്തൊരു സ്ട്രിക്റ്റാണ് ഇവൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഈ വീടിൻ്റെ അടുത്ത് എത്തുന്നതും ഇവനാണെങ്കിൽ ക്യാമറയിലൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സാറേ ഞാൻ ഇവിടെ എത്തി, അകത്തേക്ക് കയറട്ടെ എന്ന് ചോദിക്കുന്ന ടൈമിൽ ഒരു ബോയോടല്ലേ ഞാൻ സംസാരിച്ചു എന്ന് ചോദിക്കുന്ന ജിയോങ്ങിനോട് ഞാൻ അദ്ദേഹത്തിൻ്റെ മകളാണ് സാർ, പേടിക്കേണ്ട, ഞാൻ ഉടനെ തന്നെ വർക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്തോളാം എന്ന് പറയുന്നതും അല്ല ഈ ശബ്ദം ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ഇവൻ പറയുന്ന ടൈമിലാണ് സുജോങ് അവിടെ മറ്റൊരു കാര്യം കാണുന്നത്. അതായത് ഇവള് വാങ്ങിക്കൊടുത്ത ആ ഓട്ടോഗ്രാഫ് അതവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഇവളാണെങ്കിൽ സാറോ എന്ന് ഇവൻ്റെ പേരങ്ങ് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവൻ അങ്ങ് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇവൻ നോക്കുന്ന ടൈമിൽ കറക്റ്റ് ഇവൾ തിരിയുമ്പോൾ ഇവളുടെ ഫേസ് കാണുന്നുണ്ടല്ലോ. ഇവളോ എന്ന് പറഞ്ഞ് വാണം വിട്ട പോലെ അവിടെ നിന്നും ഓടുന്നതും ഇവൻ ഓൾറെഡി ആ ഒരു സ്വിച്ച് എവിടെയുള്ളതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവളാണെങ്കിലും ആ സ്വിച്ച് അങ്ങ് അമർത്തുന്നതും ഈ ഡോർ അങ്ങ് ഓപ്പൺ ആകുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ഈ ഒരു ഗെയിം സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് വരുന്നതും ഇതൊക്കെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുന്ന ടൈമിൽ ഓടി വരുന്ന ജിയോങ്ങിനെയും കാണിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അതായത് ഇവൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് ഇവൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കിയിരിക്കുകയാണ്.